ഭാരതത്തിലെ സഭയ്ക്ക് ആവശ്യം ഹോളി സ്പിരിറ്റ് പവറാണ്. ഹോളി സ്പിരിറ്റ് പവറിനെ പണം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നോക്കിയാൽ യേശുവിന്റെ സാക്ഷിയാകാൻ കഴിയില്ല. പണം കൊണ്ടോ, ഉന്നത വിദ്യാഭ്യാസം കൊണ്ടോ, വലിയ വലിയ കാര്യപരിപാടി കൊണ്ടോ, മാനുഷിക സ്ട്രാറ്റജികൾ കൊണ്ടോ we cannot replace the power of the Holy Spirit. ഇന്ന് ഭാരതത്തിൽ ഉയർന്നു വരുന്ന പ്രതികൂലത്തിൽ യേശുവിന്റെ സാക്ഷിയാകാൻ we need the power of the Holy Spirit. നാം ദൈവ മുൻപാകെ കുറവുകൾ ഏറ്റു പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ഇരുന്നില്ല എങ്കിൽ പൊത്തുവരുത്ത അനുഭവം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. ആത്മാവ് കാത്തിരിക്കുന്നവരുടെ മേൽ വരുന്നത് സാക്ഷിയാകാനുള്ള ശക്തി തരാൻ വേണ്ടിയാണ്. അമേരിക്കയിലും യൂറോപ്പിലും നടക്കുന്ന ചില യോഗങ്ങൾ ചിലർക്ക് ഭയങ്കര ഇംപ്രസീവായി. അവിടെ നടക്കുന്ന ചില കാഴ്ചകൾ, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്ന് അവർ വിചാരിക്കുന്ന കാഴ്ചകൾ അവരുടെ യോഗങ്ങളിൽ നടത്താനുള്ള ഒരു തത്രപ്പാട് കാണുന്നു. ആത്മാവിനെ പ്രാപിക്കാൻ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 എണ്ണും. 4 എണ്ണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1 2 3 4. Take it, receive it. So the Holy Spirit is going to obey you. ഇതെന്താണ് ഇത്? റണ്ണിംഗ് റേസോ? ഇതിന് യാതൊരു നിലയിലും ഒരു കൃത്രിമമായ കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വാക്ക് പറഞ്ഞവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. സ്വർഗാരോഹണം ചെയ്ത് അവിടെ നിന്നും ജീവിക്കുന്നു. ആ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്? കൃത്രിമത്തിലാണെങ്കിൽ സാക്ഷിയാകാൻ നമുക്ക് പവർ കിട്ടില്ല. ആത്മാവ് വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിച്ച് ഉച്ചത്തിൽ പാട്ടുപാടി. ആത്മാവ് വന്നത് ആ ഉച്ചത്തിൽ ഒന്ന് പാടിക്കാൻ വേണ്ടി മാത്രമല്ല, to do a job. എതിർപ്പുകളുടെ നടുവിൽ യേശു മാത്രം കർത്താവ്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. That is the name of Jesus Christ. എതിരാളികൾ പിടിക്കാൻ വരുമ്പോൾ, കള്ളക്കേസ് ഉണ്ടാക്കി പിടിക്കാൻ വരുമ്പോൾ, കുരുക്കാൻ വരുമ്പോൾ, to speak out that needs power. അതിന്റെ കൂടെയാണ് മിറക്കിൾസ് നടക്കുന്നത്. അല്ലാതെ മിറക്കിൾസ് അതിൽ തന്നെ വിടുതലല്ല. ദൈവപ്രവൃത്തി നടക്കുമ്പോൾ, മിറക്കിൾസ് നടക്കുമ്പോൾ വിറ്റ്നസ് ആയി യേശുവിനെ കുറിച്ച് പറയുന്നത് സ്വീകരിക്കാൻ വിശ്വാസികളല്ലാത്ത അവിശ്വാസികളുടെ ഹൃദയം തുറക്കപ്പെടും.